ഇനി നമ്മുടെ മക്കൾ ഖുർആൻ നോക്കിയോന്നതിനപ്പുറത്ത് അവരത് ബൈഹാർട്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് വ്യത്യസ്ത രൂപത്തിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരോട് ചോദിക്കുകയാണ്. ഞാൻ ഇവർക്ക് മൈക്ക് കൊടുക്കണമല്ലോ അല്ലേ? എല്ലാവരും ബോധിക്കോളും. ഓക്കെ, ഞാൻ ചോദിക്കുന്നതിന് ബാക്കി എല്ലാവരും കൂടി ഓതുമല്ലോ അല്ലേ? ശരി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكذب وعصى ثم أدبر يسعى. ما شاء الله. نعم. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. عينا يشرب بها عباد الله يفجرونها تفجيرا. يوفون بالنذر ويخافون يوما كان شره مستطيرا. وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. أما من استغنى فأنت له تصدى. بأي ذنب قتلت وإذا الصحف نشرت. علمت نفس ما قدمت وأخرت. يا أيها الإنسان ما إنك كادح إلى ربك كدحا فملاقيه. كلا إن كتاب الفجار لفي سجين. وما أدراك ما سجين. وأذنت لربها وحقت. وإذا الأرض مدت. النار ذات الوقود. إذ هم عليها قعود. يوم تبلى السرائر. فما له من قوة ولا ناصر. فجعله غثاء أهوى. فسنكره فلا تنسى. تصلى نارا حامية. تسقى من عين آنية. وليال عشر. والشمس والوتر. لقد خلقنا الإنسان في كبد. أيحسب أن لم يره أحد. മാഷാ അല്ലാഹ്. 2-3 ആയത്തും കൂടി ചോദിക്കാം അല്ലേ? വളരെ ഉഷാറായിട്ടുണ്ട്. വല്ലൈലി ഇദാ സജാ. ما ودعك ربك وما قلى. لقد خلقنا الإنسان في أحسن تقويم. ثم رددناه أسفل سافلين. الذي علم بالقلم. علم الإنسان ما لم يعلم. يومئذ تحدث أخبارها. بأن ربك أوحى لها. ما شاء الله. ألم يجعل كيدهم في تضليل. أرسل عليهم طيرا أبابيل. إن كل نفس لما عليها حافظ. فلينظر الإنسان إلى طعامه. وإذا القبور بعثرت. علمت نفس ما أحضرت. وصاحبته وبنيه. لكل امرئ منهم يومئذ شأن يغنيه. മാഷാ അല്ലാഹ്, ഒരു രക്ഷയില്ല. വളരെ മനോഹരം. നമ്മൾ എവിടെ നിന്ന്
ഓതിയാലും അതിൻ്റെ ബാക്കി ഓതാൻ എൻ്റെ ഈ കുട്ടികൾക്ക് സാധിച്ചു എന്നത് വളരെ വളരെ സന്തോഷമുള്ള കാരണം. നല്ലൊരു കയ്യടി കൊടുക്കണം നമ്മൾ മക്കൾ. വെരി ഗുഡ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവരിൽ നിന്ന് ഞാൻ 2 പേരെ വിളിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്ന രക്ഷിതാവ് ഇതിലൊരു കുട്ടിയെ എന്ത് ചെയ്യണം, ചൂണ്ടിക്കാണിക്കണം. ഇനി വേണം മറ്റൊരു രക്ഷിതാവിനോട് പറയുമ്പോൾ ആ രക്ഷിതാവ് എന്ത് ചെയ്യണം, വേറെ കുട്ടിയെയും ചൂണ്ടിക്കണം. അങ്ങനെ ആ 2 കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓതുന്നതിൻ്റെ ബാക്കി അടുത്ത കുട്ടി ഓതും. അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്താലോ? ഓക്കെ. ഞാൻ പറയുന്ന രക്ഷിതാവ് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു കുട്ടി കേട്ടോ, ആരാവണമെന്നില്ല, ചിലപ്പോൾ നിങ്ങളെ കുട്ടി തന്നെ ആവാം, ഭാരമായിരിക്കാം. ഓക്കെ. ഞാൻ ഫസ്റ്റ് ചാൻസ് കൊടുക്കുന്നത് നമ്മുടെ ക്യാമറമാൻ. പ്ലീസ് കം, പ്ലീസ് ഡിയർ, പ്ലീസ് വരൂ. നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയെ ചൂണ്ടിക്കാണി. ഇഷ്ടപ്പെട്ടൊരു കുട്ടിയെ ചൂണ്ടിയാൽ മതി, ആരാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. നമ്മുടെ കുട്ടികൾ മിടുക്കരാണെന്നുള്ളത് പ്രൂഫ് ചെയ്യാൻ പോവാണ്. ഇതിലാരെയാണ് വേണ്ടത്? മോളെ. ഓക്കെ, പ്ലീസ് കം. മോളിരിക്കുന്നു. ഇനി മോളെ ഒരാളതിൽ ചൂണ്ടിക്കാണിക്കും. ആരെങ്കിലും ഒരാൾ, ഇതിലേതെങ്കിലും ഒരാൾ. ബനെ ബനെ. ഓക്കെ, പ്ലീസ് മൈക്ക് കൊടുക്ക്. മോളെന്ത് ചെയ്യണം, മോനെന്ത് ചെയ്യണം, ഈ പഠിച്ച ഏതെങ്കിലും ഒരു ആയത്ത് ഓതുക, അതിൻ്റെ ബാക്കി ഓളും. ഓക്കെ, സ്റ്റാർട്ട്. إذا السماء انشقت وأذنت لربها وحقت. മാഷാ അല്ലാഹ്. ഇനി മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആയത്ത് ഓത്, പഠിച്ച ആയത്ത് ഓതുക, മോൻ അതിൻ്റെ ബാക്കി ഓതും. السماء والطارق والنجم അത് കുഴപ്പമില്ല, വേറെ ആയത്ത് ഓതി, വേറെ ആയത്ത് ഓതി. والسماء ذات البروج واليوم الموعود. മാഷാ അല്ലാഹ്, വെരി ഗുഡ്. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആർക്കാരും ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഞാൻ വിളിക്കും, മക്കൾ വരും. ഇനി ഞാൻ 2 ആൾക്കാരെ വിളിക്കാം. ഓക്കെ ഓക്കെ. ഫസ്റ്റ് നല്ല 2 മിടുക്കന്മാരായ ആളുകളാണ്. ഓക്കെ, മോനെ ഇഷ്ടപ്പെട്ട ഒരായത്ത് കാണാൻ പഠിച്ചതിൽ ഓതിക്കോ, ബാക്കി അവൻ ഓതും. ഓക്കെ, ഷറവിക ഔദു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്, വെരി ഗുഡ്, അഹ്സൻ. അടുത്ത ഓതി. നീ ഓതി, ഈ ഓതി കൊടുക്ക്, ഓൻ ഓതിക്കോളൂ ബാക്കി. വെരി ഗുഡ്, അഹ്സൻ, മാഷാ അല്ലാഹ്. നെക്സ്റ്റ്. ഇനി ഞാൻ 2 ആളുകളോട് പറയാണ്. ഉമ ഒരാളെ പറഞ്ഞേ. ഈ കുട്ടിയോ, നിങ്ങളെ മോളാണോ? പിടിക്ക് പിടിക്ക്, മൈക്ക് പിടി. ഓക്കെ. ഇനി മോൻ ഒരാളെ പേരാണ് ഇഷ്ടപ്പെട്ടു. എനിവൺ ഉള്ളോ? ഓക്കെ, ഇതെന്നെ അനിയനൊന്നുമില്ലല്ലോ. ശരി, പിടി 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 പിടി. ഓക്കെ, മോനൊരായത്ത് ഓതിക്കോ. إذا السماء انفطرت وإذا الكواكب انتثرت. പ്ലീസ് ക്ലാപ്പ് ഫോർ നൗ. ഈ മോളൊരായത്ത് ഓതി, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആയത്. السماء ذات البروج واليوم الموعود. വെരി ഗുഡ്, അഹ്സൻ. ഓക്കെ. ഇനി എൻ്റെ രക്ഷിതാക്കൾക്ക് ഞാനൊരു ചാൻസ് തരാണ്. നിങ്ങളൊരു ആയത്ത് ഓതുന്നു, അതിൻ്റെ ബാക്കി കുട്ടികൾ ഓതും. ഓക്കെ, ആരാണ്? മൈക്കുണ്ടോ? ഓ ശരി, ആരാണ്? തയ്യാറായിക്കോളും. മൈക്ക് തയ്യാറാണ്. വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുന്നു. ആരാണ്? ആരെങ്കിലും ചോദിച്ചോളൂ. മൈക്കുണ്ട്, മൈക്കുണ്ട്. ആ മൈക്കൊന്ന് കൊടുത്തു, കൊടുത്തു.
അവിടുന്ന് ഓതുന്നതിൻ്റെ വാക്യങ്ങൾ എല്ലാവരും കൂടി ഓതണം. ഓക്കെ? കിതാബും മർകൂം വൈലു യൗമൈദിൽ ലിൽ മുകദ്ദിബീൻ. ഇനി അടുത്താണ്. ആർക്കും ചാൻസ് ആണ്. മൊബൈൽ നോക്കി എഴുതിക്കോളെ. ഇനി കാണാതെ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കോളാവുന്ന വെച്ചെടുക്കണ്ട. മൊബൈൽ കൂറാണ്ടല്ലോ. മൊബൈൽ തുറന്നിട്ട് നിങ്ങൾക്ക് അവസാനത്തെ ജുസ് അമ്മ സൂറത്തുണ്ടല്ലോ, അതിൻ്റെ താഴത്ത് നിങ്ങൾ എത്ര ചോദിച്ചാലും അവർ പറഞ്ഞത്. ഓക്കെ, മാഷാ അല്ലാഹ്. الذي هم فيه مختلفون لا سيعلمون. മാഷാ അല്ലാഹ്. ഇനി ആ ചാൻസ് ആ ഭാഗത്തേക്ക് കൊടുക്കും. എല്ലാവരും വലത് പക്ഷേ അതാ إذا السماء انشقت وأذنت لربها وحقت. മാഷാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابحات سبحا فالسابقات سبقا. ألم نجعل الأرض مهادا أحياء وأمواتا. والمرسلات عرفا فالعاصفات عصفا. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. جزاك الله. മാഷാ അല്ലാഹ്. വെരി ഗുഡ്, അഹ്സൻ. ഓക്കെ, അടുത്തതാരാ? മാഷാ. ഓക്കെ. بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع ماله وعدده. إن بطش ربك لشديد إنه هو يبدئ ويعيد. നാം പിറകിലൊക്കെ ആളുകൾ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓതിയതിൻ്റെ ബാക്കി നമ്മുടെ ഈ കുരുന്നുകൾ ഓതും എന്നതാണ് ഇവിടെ നടക്കുന്ന അത്ഭുതം. നാം നെക്സ്റ്റ് ആരാ? ഓക്കെ, മൈക്ക് കൊടുക്കും. മോക്കോട്ട്. هل أتاك حديث العاشية وجوه يومئذ خاشعة. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت. والفجر ليال عشر والشفع والوتر والليل إذا يسر. മാഷാ അല്ലാഹ്. നല്ലൊരു കയ്യടി കൊടുക്കണം. നമ്മുടെ ഈ മക്കൾക്ക് നമ്മളെ പ്രോത്സാഹനമാണ് ഏറ്റവും വലിയ സമ്മാനം. നാം ആരാണ് അടുത്തത്? ഖുർആനൊന്ന് മൊബൈൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം സത്യമാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ കുരുന്നുകൾ പരിശുദ്ധ ഖുർആൻ മറിച്ചിട്ട് എവിടെ നിന്ന് ഓതാൻ പറഞ്ഞാലും അവർ റെഡിയാണ്. രണ്ട്, അവർ അവസാനത്തെ ജുസ് അതവർ മനഃപ്പാടമാക്കി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. എനിക്കത് നിർത്താൻ തോന്നുന്നല്ല. അങ്ങനെ ഓരോ അധ്യായങ്ങളിലെയും ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതുന്നതിനനുസരിച്ച് അവരിങ്ങനെ തയ്യാറെടുപ്പോടു കൂടി ഒരു സംശയം പോലും ഇല്ലാതെ അവരിന് പറയാൻ കഴിയുന്നു എന്നത് സത്യത്തിൽ എനിക്ക് നല്ലൊരു അത്ഭുതകരവും അതുപോലെ തന്നെ വലിയ സന്തോഷം നൽകിയ ഒരു പ്രഭാതമാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എൻ്റെ ഈ കുട്ടികൾക്ക് എല്ലാവിധ പ്രാർത്ഥനയോടുകൂടിയുള്ള
ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഏറ്റവും കടപ്പെടുത്തുന്നത് ഇവരെ ഈ നിലക്ക് പഠിപ്പിച്ച ഈ സ്ഥാപനത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള മിടുക്കരായ അധ്യാപകരെയാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട, വളരെ പെർഫെക്റ്റാണ്. മൂന്നാമത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ രക്ഷിതാക്കളോടാണ്. വലിയ ഒരു സൗഭാഗ്യമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് നിധി നമ്മുടെ ഈ കുട്ടികളാണ്. ഒരു സംശയം വേണ്ട. കാരണം എന്താ പറയുക, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് കാലം തൻ്റെ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ഒരു സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, നാളെ പരലോകത്ത് ഒരു ഉമ്മയെയും ഉപ്പയെയും അള്ളാഹു കൊണ്ടുവരും. ആ ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ആ ഉപ്പാക്കും ഉമ്മാക്കും അള്ളാഹു 2 ജോഡി വസ്ത്രങ്ങൾ സമ്മാനമായി നൽകുമെന്നാണ്. ആ സാഹചര്യത്തിൽ ആ 2 ജോഡി വസ്ത്രമെന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ഒന്നും അതിന് സമമാവുകയില്ല എന്നാണ്. ഈ ഭൂമിയിലുള്ള ഒന്നും അതിന് സമമാവുകയില്ല. ആ സാഹചര്യത്തിൽ ആ മാതാവും പിതാവും റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് റബ്ബേ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സമ്മാനം തന്ന് ഞങ്ങളെ ആദരിച്ചത്? ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുകയാണ്, എന്താണ് ഞങ്ങൾ ഇത്രയും വലിയ ഇബാദത്ത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താ അറിയോ, നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ പേരിലാണെന്നാ. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് ആ മാതാവിനും പിതാവിനും നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിഐപികളുടെ സ്ഥാനം നൽകി ആദരിക്കുന്നത് എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഓഡിറ്റോറിയത്തിൽ കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളതിന് അർഹരാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം, ഖുർആന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിതാവിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയാണ്, മാതാവിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയാണ്. മാത്രമല്ല അവർക്ക് ഈ നിലക്കുള്ള പദവികൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഉപ്പയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഖുർആൻ നോക്കി ഓതാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു ബാപ്പാൻ്റെ മകന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താരോ, ആ ഉപ്പാൻ്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നു എന്നാണ്. രണ്ടാമത്തതുണ്ട്, അതിൻ്റെ കൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉപ്പയുടെ മുന്നിൽ വെച്ചിട്ട് നാളെ പരലോകത്ത് ആ മകനോട് അല്ലെങ്കിൽ ആ മകളോട് ഓരോ ആയത്തുകൾ അള്ളാഹു ഓതാൻ പറയുമെന്നാണ്. ഓരോ ആയത്തുകൾ ഓതുന്നതിനനുസരിച്ച്, ഓരോ ആയത്തുകളും പാരായണം ചെയ്യുന്നതിനനുസരിച്ച് ആ ഉപ്പയുടെ സ്വർഗത്തിലെ പദവി അള്ളാഹു അങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. സൗഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അള്ളാഹുവിനെ ഭയപ്പെടുകയും സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. അതിന് ഇസ്ലാമിക സംസ്കാരത്തെ, ഇസ്ലാമിൻ്റെ ബോധ്യത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിപ്പിക്കുന്ന ഈ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ഖുർആൻ പഠനത്തിന് വേണ്ടി നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിതം മാറ്റിവെക്കാൻ, നിങ്ങളുടെ സമ്പാദ്യം മാറ്റിവെക്കാൻ, നിങ്ങളുടെ സമയം ഒഴിച്ചു വെക്കാൻ നിങ്ങൾ തയ്യാറായി എന്നതിന് ഞാൻ വളരെയധികം നിങ്ങളെ ആശംസിക്കുന്നു, പ്രശംസിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം ഈ മക്കളെ നിങ്ങൾ പിന്തുടർന്നു കൊണ്ടേയിരിക്കണം. ഇവർ നിങ്ങളുടെ റോട്ടിൽ കയറി കഴിഞ്ഞു, ഒരു സംശയമില്ലല്ലോ, നമ്മൾ തെളിയിച്ച കാര്യമാണ്. അപ്പോൾ ഈ കുട്ടികളെ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം, ഇതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരിക്കണം. ഇനിയും നമ്മുടെ പേരമക്കൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ അയൽവാസികൾ അവരൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ കൊണ്ടു ചേർക്കണം. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആനന്ദിക്കാൻ, നമ്മുടെ മനസ്സിന് സമാശ്വസിപ്പിക്കാൻ, ആശ്വാസം ഉണ്ടാകാനുണ്ടായ ഒരു കാരണം എന്താ? അൽ ഫിത്ര എന്ന് പറയുന്ന ഈ സ്ഥാപനം ഉണ്ടായതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു ഫൗണ്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇത് നടത്തിപ്പിക്കുന്ന ആളുകളുണ്ട്, ഇതിൻ്റെ അധ്യാപകരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും പിന്തുണയും നിങ്ങൾ നൽകണം. നമ്മുടെ മക്കളെ ഇതുപോലെ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് ചേർക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ പണവും
നിങ്ങളുടെ സമയവും ഒക്കെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് സ്വർഗം നൽകാനുള്ളൊരു കാരണമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കുട്ടികളുമായി നാളെ പരലോകത്ത് ശുഹദാക്കളുടെയും സുദ്ദീഖീങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും ചാരത്തിരുന്നു കൊണ്ട് സംസാരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും കടമയും കടപ്പാടും നിങ്ങളോടും ഈ സ്ഥാപനത്തോടും ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വറസൂലിക വനബീക വഅബ്ദിക മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.